ചെറിയൊരു സിനിമയാണ്, കണ്ടുകൊണ്ടിരിക്കാം, ടൈം പോവും. ഇതുവരെ ഒരു സിനിമയിൽ കാണാത്ത ഒരു കണ്ടൻറ്റൊക്കെയാണ് ഉള്ളത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ഒരു ടെസ്റ്റിൻ്റേതും പിന്നെ അതിൽ തുണ്ട് വയ്ക്കുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു കഥയാണ്. കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഫാമിലിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. കോമഡി അത്ര വലിയ കോമഡി ഇല്ലെങ്കിലും കോമഡി ഉണ്ട്. തുണ്ട് എനിക്ക് വലിയ തൃപ്തിയൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ. വലിയ സംഭവമായിട്ട് പറയാനൊന്നുമില്ല. ബിജു മേനോൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്ന സമയപ്പോൾ ഹ്യൂമർ ഒരുപാട് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ എക്സാം ആ തുണ്ട് വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. അത്യാവശ്യം സ്കോഡ് വരുന്നതും ബാക്കി സംഭവങ്ങളൊക്കെ പടത്തിൽ നല്ല ഹൈലൈറ്റായിട്ട് കാണിക്കുക, നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ കയ്യിൽ നിന്ന് പോയ പോലെ ഫീലുണ്ട്. ഇറ്റ്സ് ഒരു ആവറേജ് മൂവിയാണ് സത്യം പറഞ്ഞത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് പടത്തിന് വരണ്ട. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശാവാൻ സാധ്യതയുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് കുറേ പരാജയങ്ങൾ പടത്തിൻ്റെ അകത്തുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോകേണ്ട കുറേ സാധനം. പക്ഷേ ഇടയ്ക്ക് കുറേ ചിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് രസമുണ്ട്, കുഴപ്പമില്ല. അഡ്ജസ്റ്റബിൾ ആണ് പടം. പക്ഷേ എന്നാലും മനസ്സിനൊരു തൃപ്തിയില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചാണ് ടിക്കറ്റ് എടുത്ത് പടത്തിന് വന്നത് തന്നെ. പക്ഷേ അതൊരു വലിയ സാറ്റിസ്ഫൈഡ് ആയെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് വന്നിട്ടില്ല. അതിന് കുഴപ്പമില്ല. ഇറ്റ്സ് ആൻ ആവറേജ് മൂവി. കമ്പി കഥയൊന്നുമല്ല. സ്ക്രിപ്റ്റ് അത്ര വർക്കൗട്ട് ആവാത്ത പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആവറേജ്. അത്യാവശ്യം കൊള്ളാം, പടം കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. കാരണം നമുക്ക് ഒരു എന്താ പറയുക റിലാക്സ് ചെയ്യാൻ വേണ്ടി കാണാൻ പറ്റിയ ഒരു പടമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. വൈസും അങ്ങനെയൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. കാരണം കണ്ട് ചിരിക്കാനും ഒക്കെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വെറൈറ്റിയാണ്. കാരണം ഇതുവരെ ആരും പറയാത്തൊരു രീതിയിലാണ്. എന്താ വെച്ചാൽ ഒരു എന്താ പറയുക ഒരു പോലീസിൻ്റെ അകത്ത് നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിൽ നമ്മൾ ഒരു അപ്പർ ക്ലാസ് അല്ലാതെ ലോവർ ക്ലാസ്സിൽ നല്ല കോമഡി രീതിയിൽ ലോജിക്കലി അവർ ചെയ്തിട്ടുണ്ട്. ഒരു പട്ടിയുടെ സീനുണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. ഒരു ആവറേജ്. നമുക്ക് ഈ സിനിമ ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ട് ബോറില്ലാതെ കണ്ടിരിക്കാം. ഇപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോമഡി ആയാലും ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കണ്ട് ബോറില്ലാതിരിക്കാം. തീരെ വധമൊന്നുമല്ല, അങ്ങനെ അത്ര മോശം പടമൊന്നുമല്ല, കണ്ടിരിക്കാം. പിന്നെ ഇത് എല്ലാവർക്കും ഈ മെസ്സേജ് അങ്ങോട്ട് ഉൾക്കൊള്ളണമെന്നില്ല. പലർക്കും പല രീതിയിൽ കണക്റ്റ് ആവും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു സിനിമ മാത്രം, ഒരു സിനിമ അല്ലാതെ ഒരു മെസ്സേജ് ഒന്നും നോക്കാതെ ഒരു സിനിമയായിട്ട് ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ചുമ്മാ വന്നിരുന്ന് ചിരിക്കാനാണെങ്കിൽ ഒരു സിനിമയായിട്ട് വന്നിരുന്ന് കാണാം, അത്ര തന്നെ. അല്ല അങ്ങനെ അത്രയ്ക്ക് ഇങ്ങനെ ബിജു മേനോൻ്റെ റൊമാൻസൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കമന്ന് കിടന്ന് ചിരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കോമഡി ഐറ്റം ഒന്നും ഇതിലില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു സീരിയസ് മോഡിലോട്ടൊക്കെ പോയി. തീരെ അങ്ങോട്ട് കോമഡിയൊന്നും അത്രയ്ക്ക് ഇല്ലായിരുന്നു. 1-2 ഒരു അത്ര തന്നെ. അല്ലാതെ എടുത്ത് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ സിനിമ. ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമയിലെ മെസ്സേജ് അങ്ങ് എത്രത്തോളം ആൾക്കാരിൽ കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ തുണ്ട് വയ്ക്കുക, ഈ സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ തുണ്ടാണ്. അപ്പോൾ സിനിമയിൽ ഉടനീളം ഈ തുണ്ട് വരുന്നുണ്ട്. അവസാനം ഈ തുണ്ടിനെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചെഴുതുന്നവർക്ക് ഇപ്പോൾ ആ തുണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതാണ്.